Hi, good morning children. Welcome to my YouTube channel Perfect Biology. എല്ലാവർക്കും സ്വാഗതം Perfect Biology യിലേക്ക്. Okay. So, today we are learning the third chapter of 9th class. Third chapter, part 1. The chapter is here. Simple nutrients into cells. നിങ്ങൾക്കറിയാം ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുന്നത് അല്ലെ ന്യൂട്രിയൻസിന്റെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ കണ്ടതാണ്. ന്യൂട്രിയൻസിന്റെ ഫോർമേഷനും ഡൈജസ്റ്റീവ് സിസ്റ്റം അതിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ഹൗ ദീസ് ന്യൂട്രിയൻസ് ആർ ട്രാൻസ്പോർട്ടഡ് ത്രൂ ഔട്ട് ദ ബോഡി, ഹൗ ഇറ്റ് ഹെൽപ്സ് ഫോർ ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ദ ബോഡി, ഇതെല്ലാം നമ്മൾ ഇനി ഈ ചാപ്റ്ററിലാണ് പഠിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിനെ പറയുന്ന ഈ ചാപ്റ്ററിന്റെ വേറൊരു പേരാണ് ട്രാൻസ്പോർട്ടേഷൻ. ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ എന്താ പറയാ സർക്കുലേഷൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഈ ചാപ്റ്ററിനെ. സോ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഹ്യൂമൻ ഹാർട്ട് ആണ്. അതിന്റെ സ്ട്രക്ചർ, ഫങ്ഷൻ, ഇതെല്ലാമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. നമ്മുടെ സാധാരണ ഈ ന്യൂട്രിയൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന മീഡിയം എന്ന് പറയുന്നത് ബ്ലഡ് ആണ്. ബ്ലഡ് ആൻഡ് പ്ലാസ്മ, ഈ രണ്ടും എന്തിനു സഹായിക്കുന്നതാണ്? ന്യൂട്രിയൻസിന്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഭാഗങ്ങളാണ്. ഓക്കെ. സോ ബ്ലഡിലൂടെയാണ്, ബ്ലഡില് മേജർ ആയിട്ടുള്ള ന്യൂട്രിയൻസും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന എന്തിലൂടെ തന്നെയാണ്? ബ്ലഡിലൂടെ തന്നെയാണ്. സോ ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ബ്ലഡ് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് മുമ്പ്. ബ്ലഡിന്റെ കമ്പോണൻസ്: ബ്ലഡ് കണ്ടെയ്ൻ ന്യൂമറസ് ബ്ലഡ് സെൽ, ബ്ലഡ് കണ്ടെയ്ൻ പ്ലാസ്മ, വാട്ടർ, ലോട്ട് ഓഫ് തിങ്സ് ആർ there inside the blood. So first of all we want to learn about plasma. What do you mean by plasma? It is an yellowish colored fluid. Plasma is a light yellow colored fluid. 55% of the blood contain plasma. Okay, 55% of the blood contain what? Plasma. So this plasma composed of three components. One is water, other is proteins or plasma proteins, and some other components like fat, salt, etc. So water, plasma proteins and other substances. These three are constitute together known as plasma. Okay, water, plasma proteins and other substances like salt, fat, etc. Okay, so first of all we want to learn about plasma proteins. It's important. Okay, it is important. What are the different types of plasma proteins? There are three types of plasma proteins. One is albumin, other is globulin, and other is fibrinogen. These are the three type of plasma proteins: albumin, globulin and fibrinogen. So albumin ennu parnal endana albumin? It helps to regulate our blood pressure. Albumin helps to regulate blood pressure. Okay. Globulin ennu parnal, globulin is a plasma protein. It helps to provide defense in our body. Defend ചെയ്യാൻ മീൻസ് നമ്മുടെ എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡിയൊക്കെ നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്താൽ അതിനെ നശിപ്പിക്കാനായിട്ട്, അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ആര്? ഗ്ലോബുലിൻ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ദ തേർഡ് വൺ ഈസ് ഫൈബ്രിനോജൻ. ഫൈബ്രിനോജൻ എന്ന് പറഞ്ഞാൽ it carry an important function in our body. It helps for blood clotting or blood coagulation. രക്തം കട്ട പിടിക്കാനായിട്ട്, മുറിവൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഏത്? That is fibrinogen. Okay, so these are the three plasma proteins. Once more I will explain to you. Albumin helps to regulate or maintain, balance what? Our blood pressure. Okay. And globulin helps for defense, or it fight against germs, or it fight against microbes,
or it fight against any foreign body that enter in our body. Okay, ഡിഫൻസിന് വേണ്ടിയിട്ട്, നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മൈക്രോബ്സ്, സൂക്ഷ്മാണുക്കൾ കയറി കഴിഞ്ഞാൽ അതിനെതിരായിട്ട് പ്രവർത്തിക്കാനൊക്കെ ഏത് സഹായിക്കുന്നുണ്ട്? ആൽബുമിൻ സഹായിക്കുന്നുണ്ട്. ഗ്ലോബുലിൻ സഹായിക്കുന്നുണ്ട്. ഇനി തേർഡ് എന്ന് പറയുന്നത് എന്താണ്? ഫൈബ്രിനോജൻ ആണ്. ഫൈബ്രിനോജൻ എന്തിനു സഹായിക്കുന്നതാണ്? ഫൈബ്രിനോജൻ ഹെൽപ്സ് ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ് ഓർ ബ്ലഡ് കൊയാഗുലേഷൻ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്നതാണ് ഏത്? ഫൈബ്രിനോജൻ എന്ന് പറയുന്ന പ്രോട്ടീൻ. ഓക്കെ, സോ ദീസ് ആർ ദ 3 types of plasma proteins. Now we will go to the most important content, most important topic in this chapter, that is the structure of human heart. See here, this is the diagram of human heart. Okay, so I am not labeled this one in the in your presence. I will label this diagram, because if I will draw the diagram during the class time, it will take a lot of time. That is why I drawn this earlier. So now I will label. So now you can learn what are the specified parts of a human heart. Okay, look here. These are the 4 chambers of the heart. Human heart is 4 chambered. First of all, you know one thing. Human heart is 4 chambered, and the heart is covered with a membrane called pericardium. Heart is covered with a membrane called pericardium. നിങ്ങൾ ആശുപത്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഈ ഹാർട്ടുമായി റിലേറ്റഡ് ആയിട്ടുള്ള ബ്രാഞ്ച് ഉണ്ടാവും, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഉണ്ടാവും, ആ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. ആ ഡിപ്പാർട്ട്മെന്റിന് പറയുന്നത് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്നാണ് പറയുക കേട്ടോ. കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെയുള്ള ഡോക്ടേഴ്സിനെ പറയുന്നത്, ഹാർട്ടിന്റെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സിനെ പറയുന്നത് നമ്മൾ കാർഡിയോളജിസ്റ്റ് എന്നാണ്. കാർഡിയോളജിസ്റ്റ് എന്നാണ് പറയുക. ഓക്കെ, അതൊരു ടിപ്പായിട്ട് നിങ്ങൾ മനസ്സിൽ വെച്ചോളുക. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹാർട്ട്, ദാറ്റ് ഈസ് കാർഡിയോളജി, and the doctor is called cardiologist. Okay, now you see the structure of heart, human heart. See here, this chamber is called left atrium, അല്ലെങ്കിൽ അതിനെ ഓറിക്കിൾ എന്നും പറയും. This is called left ventricle. This is called left ventricle. And here it is the right ventricle. Right ventricle. This is right atrium or auricle. Atrium is otherwise called auricle. കാരണം ചില ബുക്കുകളിൽ ഏട്രിയം എന്നുണ്ടാവില്ല, ചിലതിൽ ഓറിക്കിൾ എന്നായിരിക്കും, ചിലതിൽ ഏട്രിയം എന്നായിരിക്കും. എന്തായാലും ശരി തന്നെയാണ്. ഓക്കെ, and this is the largest blood vessel in the human body, that is called aorta. This is pulmonary artery. Next blood vessel, it is called pulmonary artery. This blood vessel is pulmonary vein. Pulmonary vein. Okay, pulmonary vein. And here it is 2 blood vessels are coming to this right atrium. I will label one here, that is this blood vessel, that is called vena cava. Vena cava. Vena cava is of 2 types. Okay, നിങ്ങൾ അത് അറിഞ്ഞിരിക്കുക, കാരണം ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ട ആവശ്യമില്ല. വീന കവ, ഇത് സുപ്പീരിയർ വീന കവ, ഇത് ഇൻഫീരിയർ വീന കവ. കാരണം ഹാർട്ടിന്റെ മുകൾ ഭാഗത്തു നിന്നുള്ള അശുദ്ധ രക്തത്തെ, ഇംപ്യൂർ ബ്ലഡിനെ ക്യാരി ചെയ്യുന്നതാണ് സുപ്പീരിയർ വീന കവ. ഇത് ഹാർട്ടിന്റെ താഴ്ഭാഗത്തു നിന്നുള്ള, ഹാർട്ടിന്റെ അടിഭാഗത്തു നിന്നുള്ള, ലോവർ പാർട്ടിൽ നിന്നുള്ള ഓർഗൻസിൽ നിന്നുള്ള ഇംപ്യൂർ ബ്ലഡിനെ ക്യാരി ചെയ്യുന്ന ബ്ലഡ് വെസൽ ആണ് ഇൻഫീരിയർ വീന കവ. രണ്ടും ഓപ്പൺ ചെയ്തിരിക്കുന്നത് റൈറ്റ് ഏട്രിയത്തിലോട്ടാണ്. Okay, so this is a structure of heart. Now I will explain once more. Human heart is 4 chambered. 4 chambers are left auricle and left ventricle, right auricle or atrium and right ventricle. These are the 4 chambers of the heart. Left atrium, left ventricle,
right atrium, right ventricle. Okay, right side 2 chambers and left side 2 chambers. And the blood vessel connected are pulmonary vein, aorta, pulmonary artery and vena cava. These are the 4 blood vessels. Which are the 4 blood vessels connected to the heart? Pulmonary vein, pulmonary artery, aorta, vena cava. These are the 4 blood vessels connected to the heart. This is the simple structure of the heart. Now I will show the working of heart. Okay, how the heart will work. Here സാധാരണ എല്ലാവരും വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഇത് പഠിപ്പിക്കുന്നത്. ഞാനിത് ഇറേസ് ചെയ്യുകയാണ്. ഇപ്പൊ നിങ്ങൾ പഠിച്ചു കാണും, ലേബൽ ചെയ്യാനെന്ന് വിശ്വസിക്കുന്നു. ഇല്ലാത്തൊരു 1-2 പ്രാവശ്യം ഒന്ന് ഈ വീഡിയോ ഒന്ന് കാണുക. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലേബൽ ചെയ്യാനായിട്ട് പറ്റും. സാധാരണ എല്ലാവരും ഈ ഹാർട്ടിന്റെ പിക്ചർ വെച്ചിട്ടാണ് നിങ്ങളെ വർക്കിംഗ് പഠിപ്പിക്കുന്നത്. കാരണം അതിലും വളരെ ഈസി ആയിട്ട് വർക്കിംഗ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇത് ഇങ്ങനെ ഒരു ബോക്സ് വരയ്ക്കുക. ഒരു ബോക്സ് വരയ്ക്കുക. ഇതിനെ 4 ചേംബറുകളാക്കുക. ഇവിടെ ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഓക്കെ, ലെഫ്റ്റ് ഏട്രിയം. ഇവിടെ റൈറ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ. ഇങ്ങനെ 4 ചേംബറുകൾ ഉണ്ടാക്കുക. നിങ്ങൾക്ക് എക്സ്പ്ലനേഷന് വേണ്ടി വളരെ ഈസിയാണ് ഇത്, ഈ മെത്തേഡ്. ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കണക്ട് ചെയ്യുന്ന ബ്ലഡ് വെസൽ ആണ് പൾമോണറി വെയിൻ എന്ന് പറയും. പൾമോണറി വെയിൻ. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് കൊണ്ടുപോകുന്ന ബ്ലഡ് വെസൽ ആണ് അയോർട്ട. റൈറ്റ് ഏട്രിയത്തിലോട്ട് ബ്ലഡ് കൊണ്ടുവരുന്നതാണ് വീന കാവ. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് കൊണ്ടുപോകുന്നതാണ് പൾമോണറി ആർട്ടറി. കണ്ടോ? ഇതാണ് വളരെ ഈസി മെത്തേഡ് ആണ്. ഒരു പാടുമില്ല. ഹാർട്ട് പഠിക്കാൻ വളരെ ഈസിയാണ്. പക്ഷെ ഒരുപാട് പേർക്ക് ഹാർട്ടിന്റെ ഡയഗ്രവും ഹാർട്ടിന്റെ വർക്കിങ്ങും വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, അതിന്റെ ഡയഗ്രാം ആദ്യം പഠിപ്പിക്കും, അതിനുശേഷം അതിന്റെ വർക്കിംഗ്, അതിന്റെ മെക്കാനിസം ഞാൻ ഈ രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ വളരെ നന്നായിട്ട് മനസ്സിലാകാറുണ്ടെന്ന് കുട്ടികൾ പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും വേണ്ടി ഈ മെത്തേഡ് സജസ്റ്റ് ചെയ്യുകയാണ്. കാരണം കോംപ്ലിക്കേഷൻ ഉണ്ടാകരുത്. നമ്മൾ പഠിക്കുമ്പോൾ അത് ഏത് രീതി പഠിച്ചാലും നമുക്ക് കണ്ടന്റ് മനസ്സിലാകുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മൾ ഇന്ന മെത്തേഡിൽ തന്നെ പഠിക്കണം എന്ന് ശാഠ്യം പിടിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഏത് രീതി വേണേലും നമുക്ക് ഉപയോഗിക്കാം. ബട്ട് യു ഹാവ് ടു ലേൺ. ഓക്കെ, സോ ഹിയർ these are the 4 chambers of the heart. So these are the 4 blood vessels connected to this chamber. നിങ്ങൾ ഒറ്റ കാര്യം ആദ്യമേ അറിഞ്ഞിരിക്കുക, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കൂടെ എപ്പോഴും പ്യുവർ ബ്ലഡ് ആയിരിക്കും പാസ് ചെയ്യുക. ശുദ്ധരക്തം പാസ് ചെയ്യുന്നത് ഏത് സൈഡിൽ കൂടെയാണ്? നമ്മുടെ ഹാർട്ടിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടെ ആയിരിക്കും. ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. സോ ഇംപ്യൂർ ബ്ലഡ് പാസ് ചെയ്യുന്നത് ഹാർട്ടിന്റെ ഏത് സൈഡിൽ കൂടെയാണ്? It is passed through the right side. Okay, impure blood, അശുദ്ധ രക്തം പാസ് ചെയ്യുന്നത്, ഒഴുകുന്നത് റൈറ്റ് സൈഡിൽ കൂടെ. ശുദ്ധരക്തം അല്ലെ പ്യുവർ ബ്ലഡ് പാസ് ചെയ്യുന്ന, മൂവ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ്. ഈ ഒരു കാര്യം അറിഞ്ഞാൽ നമുക്കിത് വേഗത്തിൽ പഠിക്കാം. So now I will start the working of heart. See here. Pulmonary vein carry pure blood into the left atrium. Okay, pulmonary vein carry pure blood into the left atrium. The same time vena cava carry impure blood into the right atrium. അപ്പൊ ഈ 2 ബ്ലഡ് വെസൽ ഒന്ന് പ്യുവറിനെ ക്യാരി ചെയ്തുകൊണ്ട് ഒന്ന് ഇംപ്യൂർ ബ്ലഡിനെ ക്യാരി ചെയ്ത് 2 ചേംബറിൽ നിറഞ്ഞു. ബ്ലഡിന്റെ കോൺസെൻട്രേഷൻ ഈ 2 ചേംബറിൽ നിറയുമ്പോൾ എപ്പോഴും ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവറിലോട്ട് ബ്ലഡ് മൂവ് ചെയ്യും, അല്ലെ? ഡിഫ്യൂഷൻ നടക്കോടെ. സോ ഫ്രം ദ ലെഫ്റ്റ് ഏട്രിയം the concentration of blood increased in the left atrium so that diffusion of blood take place and the blood reaches to the left ventricle. Same way from the right atrium impure blood reach to the right ventricle. Okay, so മുകളിലത്തെ 2 ചേംബർ റിലാക്സ്ഡ് ആയി, താഴത്തെ 2 ചേംബറിൽ ബ്ലഡിന്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്തു.
അടുത്ത ഓപ്ഷൻ ഒറ്റ കാര്യമുള്ളൂ, അത് ബ്ലഡ് വെസലിലേക്ക് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ, ഒറ്റ ഓപ്ഷൻ. സോ എന്ത് ചെയ്യും? ഫ്രം ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ പ്യുവർ ബ്ലഡ് ക്യാരിഡ് ബൈ അയോർട്ട ഇൻടു ദ ബോഡി പാർട്സ്. അയോർട്ട ആ പ്യുവർ ബ്ലഡിനെ ക്യാരി ചെയ്ത് എങ്ങോട്ടേക്ക് കൊണ്ടുപോകും? ബോഡി പാർട്സിലോട്ട് കൊണ്ടുപോകും. സെയിം ടൈം ഫ്രം ദ റൈറ്റ് വെൻട്രിക്കിൾ പൾമണറി ആർട്ടറി ക്യാരി ഇംപ്യൂർ ബ്ലഡ് ഇൻടു ദ ലങ്സ്. പൾമണറി ആർട്ടറി എങ്ങോട്ടേക്കാ ബ്ലഡിനെ, ഇംപ്യൂർ ബ്ലഡിനെ ക്യാരി ചെയ്യുന്നത്? ലങ്സിലേക്കാണ്. കാരണം നിങ്ങൾക്കറിയാം ലങ്സ് ആണ് പ്യൂരിഫൈയിങ് ഓർഗൺ എന്ന് പറയുന്നത് അല്ലെ. അവിടെ മിക്സ് ചെയ്യുകയാണ്, നമ്മുടെ ഇന്ധനം നിറയ്ക്കുന്ന പാർട്ടാണ് അല്ലെ. വണ്ടിക്ക് ഇന്ധനം നിറയ്ക്കുന്നത് പമ്പുകളിലാണ്, പെട്രോൾ പമ്പിലാണെങ്കിൽ. അതുപോലെ ഇവിടെ ഓക്സിജനെ മിക്സ് ചെയ്യുന്ന ജോലി ആർക്കാണ്? ലങ്സിനാണ്. അപ്പൊ ഈ ഇംപ്യൂർ ബ്ലഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അശുദ്ധ രക്തം എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡിനെയാണ് നമ്മൾ ഇംപ്യൂർ ബ്ലഡ് എന്ന്. ഇംപ്യൂർ ബ്ലഡ് മീൻസ് വിത്തൗട്ട് ഓക്സിജൻ. ദാറ്റ് ബ്ലഡ് ഈസ് കോൾഡ് ഇംപ്യൂർ ബ്ലഡ്. സോ ഓക്സിജനെ മിക്സ് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറും? ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻടു പ്യൂർ ബ്ലഡ്. So pulmonary artery carry impure blood into the lungs for purification purpose. Okay, so simple it is. This is the working of heart. I hope you learned. Once more I will explain. Pulmonary vein carry pure blood. Okay, here it is pure blood. Pulmonary vein carry pure blood into the left atrium. Same time vena cava carry impure blood into the where? Right atrium. The concentration of blood increased in these two chambers. The blood diffused into the lower two chamber so that the upper two chamber become relaxed. Now the blood is reached into the lower two chambers. From the left ventricle aorta carry pure blood into the body parts. നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും അയോർട്ട പ്യുവർ ബ്ലഡിനെ ക്യാരി ചെയ്യും. സെയിം ടൈം ഫ്രം ദ റൈറ്റ് വെൻട്രിക്കിൾ പൾമണറി ആർട്ടറി ക്യാരി ഇംപ്യൂർ ബ്ലഡ് ഇൻടു ദ ലങ്സ് ഫോർ purification. So this is the structure and working of heart. This is the working of heart, our mechanism of working of heart. I hope all of you understood this. This is the simplest way to learn circulation. Okay? We will go to the next topic now. So now you got it, this idea, no? Okay. So structure and working of heart. This is the structure and working of heart. Now we are learning circulation. It is of two type. Circulation is of two type. So that human circulation is called double circulation. Human circulation is called what? It is known as double circulation. See here, two type of circulation. One is pulmonary circulation and other is systemic circulation. I will show you here. From the left ventricle, which blood vessel carry blood? Aorta carry. From the left ventricle, aorta carry which blood? Pure blood. Okay. ഈ ആരോ മാർക്കിന്റെ അവിടെ നിങ്ങൾ എഴുതുക എന്ത്? പ്യുവർ ബ്ലഡ്. From the left ventricle, pure blood is carried by aorta into the body parts. Okay, into the body parts. ഉണ്ടോ? ഇതിൽ നിന്ന് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്ത് എളുപ്പമാണെന്ന് നോക്കിയേ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. From the left ventricle, pure blood carried by aorta into the body parts, and from the body parts, which blood vessel? Which blood vessel is taking? Vena cava. Okay, vena cava carry എന്ത് ബ്ലഡിനെയാണ്? impure blood into the which chamber? Right atrium. So here you see, this is one of the circulation, blood circulation. From the left ventricle, pure blood carried by aorta into the body parts, and from the body parts, vena cava carried impure blood into the right atrium.
this circulation is only related with the body parts. See here, this circulation is only related with the body parts, so that this circulation is called systemic circulation. This circulation is only related with the body part, so that this circulation is called a systemic circulation. Now you see, from the right ventricle, which blood? Impure blood. From the right ventricle, impure blood carried by pulmonary artery. Carried by which blood vessel? Pulmonary artery. Carried by pulmonary artery into the lungs. Which word? Into the lungs. Okay. From the lungs, which blood vessel? From the lungs, which blood vessel? Pulmonary vein. Pulmonary vein. Okay, pulmonary vein carry which blood? Pure blood into the which area? From the left atrium. Okay, so here you see, from the right ventricle, impure blood carried by pulmonary artery into the lungs for purification. Okay, after purification, pulmonary vein carry pure blood into the left atrium. In this circulation, it is completely related with the lungs, so that this circulation is called pulmonary circulation. Pulmonary circulation. Okay. So these are the two types of circulation. One is called systemic circulation and other is called pulmonary circulation. These two circulations are together known as double circulation. So what do you mean by double circulation? The two types of circulations are present in humans. That is, one is systemic circulation and other is pulmonary circulation. So what do you mean by systemic circulation? The circulation which is related with the body part is known as systemic circulation. And what do you mean by pulmonary circulation? The circulation which is related with the lungs is called pulmonary circulation. Once more I will explain. What do you mean by systemic circulation? Here it is the flow chart. From the left ventricle, aorta carries pure blood into the body parts, and from the body parts, vena cava carry impure blood into the right atrium. That is called systemic circulation. And what do you mean by pulmonary circulation? From the right ventricle, impure blood carried by pulmonary artery into the lungs for purification. After purification, pulmonary vein carry that pure blood into the left atrium is called pulmonary circulation. Okay, that circulation is related with the lungs. So നമ്മൾ ഇന്ന് പഠിച്ചത് ഒന്ന് plasma, different components of plasma. So that three plasma protein, that is important. Okay, albumin, globulin and fibrinogen. Albumin helps to regulate blood pressure, globulin helps to give defense, and fibrinogen helps to helps for clotting of blood. Okay, and after that we learned the structure of heart, after that working of heart, then double circulation. I hope it is clear for you. തീർച്ചയായിട്ടും വളരെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് ഇതിനു മുമ്പത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം. ഇന്ന് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. മാക്സിമം നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക ആൻഡ് മറക്കരുത് സബ്സ്ക്രിപ്ഷൻ. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.